ഹായ് മക്കളെ, മോഷണൽ സ്ട്രൈറ്റ് ലൈനിലെ എക്സാമ്പിൾ 2.3യുടെ ബി ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് മെത്തഡാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻഡ് ആണ്. എയും ബി ഒക്കെ ഓൾറെഡി ചെയ്തതാണ്. പക്ഷേ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് ബി ക്വസ്റ്റ്യൻ്റെ ഒരു സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് അത് ചെയ്യേണ്ട, കാരണം എക്സാമിന് ഏത് എഴുതിയാലും കറക്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ആ വീഡിയോ 10-15 മിനിറ്റ് ലെങ്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയും കൂടുതൽ ലെങ്ത് ആയാൽ എന്തായിരിക്കും, അത് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ആ ഒരു മെത്തേഡായിരിക്കും ചിലർക്ക് ഈസി, അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി ചെയ്യാൻ പോകുന്ന മെത്തേഡായിരിക്കും ഈസി. അപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, ഓരോരുത്തർക്കും ഓരോ മെൻറ്റാലിറ്റിയില്ലേ. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഈ ബി ക്വസ്റ്റ്യൻ്റെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ മെത്തേഡായിട്ടാണ് വരിക, അതായത് മിഡിൽ ടേം സ്പ്ലിറ്റിംഗ് ഒക്കെ. അപ്പോൾ അത് അത്യാവശ്യം എക്സ്പ്ലെയിൻ ചെയ്യണം, കാരണം നിങ്ങൾ ചിലപ്പോൾ ഈ മിഡിൽ ടേം സ്പ്ലിറ്റിംഗ് ഒക്കെ 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചൊക്കെ മറന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഞാൻ നമ്മൾ ഈ ബേസിക് ചാപ്റ്റേഴ്സൊക്കെ തുടങ്ങില്ല, അപ്പോൾ ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടി ഒന്നുകൂടെ ബേസിക്കായിട്ട് പറയണമായിരിക്കുമല്ലോ ഒന്നുകൂടെ ഹെൽപ്ഫുൾ എന്ന് തോന്നി. അതുകൊണ്ടാണ് സെക്കൻഡ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്താ, ആദ്യത്തെ വീഡിയോ കണ്ടിട്ട് നിങ്ങളിത് കാണാം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻ ഒന്നും മനസ്സിലായിക്കൊള്ളുന്നില്ല. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട്, എന്തായിരുന്നു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, യു വെലോസിറ്റിയിൽ ഒരു ബോൾ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് 25 മീറ്റർ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഒരു ത്രോൺ ചെയ്തു, എന്നിട്ടത് പോയിട്ട് ഗ്രൗണ്ടിൽ പതിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണുള്ളത്. അപ്പോൾ ഇത് ചോദിച്ചിട്ടുണ്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതായത് ബി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, യുന്ന് പോയിട്ട് സിയിലോട്ട് വരെ എത്താനുള്ള ടൈമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് എന്ന് പോയിട്ട് സിയിലോട്ട് എത്താനുള്ള ടൈമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇത് കണ്ടുപിടിച്ചത്, അതായത് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ എ ടു ബിന്ന് ഫസ്റ്റ് ജേർണി എടുത്തു, പിന്നെ ബി ടു സിന്ന് ഒരു സെക്കൻഡ് ജേർണി എടുത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ചെയ്യാൻ പോകുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി എന്ന് സിയിലോട്ട് എത്തിക്കുന്ന പരിപാടിയാണ്. അതായത് ഒരു സെൻറ്റർ കൂടെ, അത് രണ്ട് മെത്തേഡായിട്ട് ചെയ്യുന്നില്ല, സിംഗിൾ മെത്തേഡായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, ഓക്കെ. അപ്പോൾ നമുക്ക് സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞ് എഴുതിയേക്കാം. ബീൻ്റെ സെക്കൻഡ് മെത്തേഡ് നമുക്ക് തന്നിട്ടുള്ളത് ഏതൊക്കെയാണ് നമുക്കറിയാം. ഞാനിവിടെ എക്സ് ഐ എന്ന് പറയുന്നതാണ് എന്ത്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള വൈ നോട്ടായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എക്സ് ഐ ഒക്കെയാണ് ഞാൻ യൂസ് ചെയ്യാൻ, ഞാൻ യൂസ് ചെയ്ത് ശീലിച്ചോടാണ് പറയുന്നത്. അതായത് ഇനീഷ്യൽ പൊസിഷനാണത്, എഴുതി വെക്കേണ്ടവർ എഴുതി വെക്കാം. ഇനീഷ്യൽ പൊസിഷനാണ് എക്സ് ഐ എന്ന് പറയുന്നത്. ഇനീഷ്യൽ പൊസിഷൻ എവിടെയാണ് ഒന്ന് നോക്കി. ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് എവിടെയാണ്, ബോൾ ആദ്യം എറിയുമ്പോൾ കിടക്കുന്ന പൊസിഷൻ എവിടെയാണ്, ഗ്രൗണ്ടിൻ്റെ റെസ്പെക്റ്റിൽ നോക്കുമ്പോൾ 25 മീറ്റർ മുകളിലല്ലേ. അപ്പോൾ ഇനീഷ്യൽ പൊസിഷൻ കിടക്കുന്നത് 25 മീറ്ററിലാണ്. ഫൈനൽ പൊസിഷൻ കിടക്കുന്നത്, അതായത് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ വൈ എന്ന് കൊടുത്തിട്ടുണ്ടാവും, ഫൈനൽ പൊസിഷൻ കിടക്കുന്നത് 0 മീറ്ററിലാണ്. കാരണം എന്താ, ഇത് ഗ്രൗണ്ടിൻ്റെ റെസ്പെക്റ്റിൽ ഇതാ ഫൈനൽ പൊസിഷൻ പറയുമ്പോൾ ഇവിടെ ആയിരിക്കും വരിക. അപ്പോൾ ഗ്രൗണ്ട് റെസ്പെക്റ്റിൽ 0 മീറ്റർ അല്ലേ. ഓക്കെ, നമുക്ക് യു എത്ര തന്നിട്ടുണ്ടായിരുന്നേ, അതായത് ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു, 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ മെൻഷൻഡ് ആണ് 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് നമുക്കറിയാം, പിന്നെ വെലോസിറ്റി നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, അതായത് ഫൈനൽ വെലോസിറ്റി വേണ്ട. പിന്നെ വേണ്ടത് കണ്ടുപിടിക്കാനുള്ളത് ടി ആണ് കണ്ടുപിടിക്കാനുള്ളത്. ആക്സലറേഷൻ നമുക്ക് അറിയാം, ജി ആണുള്ളത്. ജി എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്ത് മൈനസ് ആയിരിക്കും, -10 ആയിരിക്കും. കാരണം നമ്മൾ താഴത്തോട്ട് നെഗറ്റീവും മുകളിലോട്ട് പോസിറ്റീവുമാണ് എടുക്കുന്നത്. അതുകൊണ്ട് ജി എപ്പോഴും താഴത്തോട്ടാണ് ആക്ട് ചെയ്യുക, അതായത് ഗ്രൗണ്ടിൻ്റെ സർഫേസിലോട്ടാണ് ജി ആക്ട് ചെയ്യുക. അതുകൊണ്ട് നെഗറ്റീവ് എടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാം, കണ്ടുപിടിക്കാം. അതായത് ടി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുന്ന ഇത് ഞാൻ ഇവിടെ എഴുതിയ കുഴപ്പമില്ല. എ എന്ന് പറയുന്നത് ജി = -10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആൻഡ് ഓക്കെ, ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് S = ut + ½ AT² ആണ് ഉപയോഗിക്കുന്നത്. നമുക്ക് എസ് അറിയാം. എസ് എന്തായിരുന്നു, ഫൈനൽ പൊസിഷന് മൈനസ് ഇനീഷ്യൽ പൊസിഷൻ അല്ലേ, അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ XF - XI = ut + ½ AT² ആണ്. ഈ XI ഇല്ല, അതായത് ഇനീഷ്യൽ പൊസിഷൻ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ അത് പ്ലസ് ആവില്ലേ, ആണല്ലോ. അപ്പോൾ XF = XI, ഇതിങ്ങോട്ട് പോയി പ്ലസ് ആയിട്ടോ, + ut + ½ AT² എന്ന് വരും. ഇതാണ് നിങ്ങളെ ബുക്കിൽ തന്നിട്ടുള്ള മറ്റേ y = y0 + ut + ½ AT². ഓക്കെ, അത് സെയിം തന്നെയാണ്. ഞാൻ ജസ്റ്റ് XFും ഇതും ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനാക്കി ചെയ്തതാണ്. ആൻഡ് അതും അങ്ങനെ തന്നെ കേട്ടോ. ഇനി നമുക്ക് ഓരോന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. XF എത്രയാണ്, 0 അല്ലേ, അതായത് ഫൈനൽ പൊസിഷൻ 0 ആണ്. XI 25 പ്ലസ് പിന്നെ യു എത്രടാ, യു എന്ന് പറയുന്നത് 20, ടീനെ നമുക്കറിയില്ല, ടീനെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് 20t പ്ലസ് ½ × -10. ആക്സലറേഷൻ പറഞ്ഞു, വെർട്ടിക്കൽ മോഷനിൽ ആക്സലറേഷൻ എന്താണ്, ജി ആയിരിക്കും. ജി എന്ന് പറയുന്നത് -10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ × t².
ഇതും കട്ട് ചെയ്താൽ എന്ത് കിട്ടും? 5 കിട്ടും. അങ്ങനെ നോക്കുമ്പോൾ 0 = 25 + 20t മൈനസ് 5t². അടുത്തിപ്പോൾ ഏകദേശം ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയില്ലേ? നമുക്കറിയാം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പറയുന്നതാണ് എക്സ് സ്ക്വയറും എക്സ് പിന്നെ ഒരു കോൺസ്റ്റൻറ്റ് വന്നാലൊക്കെയാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആവാം. അപ്പോൾ നമുക്ക് ഇതിന് x² വരിക ഇതായിരിക്കും, t² വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിനെ നമുക്ക് പ്ലസ് ആക്കണം. പ്ലസ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ എല്ലാ ക്വാണ്ടിറ്റി ഇങ്ങോട്ട് എടുക്കുമ്പോൾ എന്തായിരിക്കും ഇവിടെ? -5t നമുക്ക് പ്ലസ് അല്ല ഇതിൻ്റെ ആവശ്യമില്ലല്ലോ, 5t² മൈനസ് 20t പ്ലസ് മൈനസ് തന്നെ ആയിരിക്കും കേട്ടോ, -25 = 0. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. അതായത് ഞാൻ ഈ 5t² -5t² പ്ലസ് 20t എന്നൊക്കെ പറഞ്ഞ് എഴുതുന്നേക്കാൾ നല്ലത് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ എഴുതാനായിരിക്കും. കാരണം ആദ്യത്തെ വാല്യൂ നെഗറ്റീവ് കൊടുക്കേണ്ടല്ലോ എഴുതിയിട്ടാണ് ഇങ്ങനെ ആക്കുന്നത്. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തതാണ്. ആൻഡ് ഇവിടെ നമുക്ക് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും 5 എല്ലാത്തിനും കോമൺ ആണ്. അതായത് 5നെ ഞാൻ കോമൺ ആക്കി എടുത്താൽ ഇവിടെ ബാലൻസ് വരിക t² ഇവിടെ ബാലൻസ് വരും. 20ൽ 5നെ ഹരിച്ചാൽ എത്ര ഇടാം? 20ൽ 5നെ എടുത്താൽ നമുക്ക് 4 വരും. 4t മൈനസ് 25ൽ എത്ര 5 ഉണ്ട്? 5 അല്ലേ, 5 എന്ന് വരും =0 എന്ന് വരും. ഞാൻ ഈ 5നെ കളയാൻ വേണ്ടിയിട്ട് ശരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് തന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ചെയ്യാം കേട്ടോ. മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്ത് ഇതിൽ നിന്ന് തന്നെ ചെയ്യാം. പക്ഷേ ഞാൻ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്ത് ചെയ്തെന്നുള്ളൂ. ഈ 5നെ ഞാൻ എന്താ ഇങ്ങോട്ട് കൊണ്ടുപോയി, ഈ 5നെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 0/5 ആവും, t = 0 എന്നാവും. മനസ്സിലായല്ലോ? അതായത് മൾട്ടിപ്ലിക്കേഷൻ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്തായിരിക്കും? ഡിവിഷൻ ആവും. അതൊക്കെ അറിയണമല്ലേ, എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കും, എന്നാലും പറയാമല്ലോ, ഞാൻ ആരെങ്കിലുമൊക്കെ മറന്നിട്ടുണ്ടെങ്കിലും. അപ്പോൾ ഈ 5നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോയി, അപ്പോൾ 0 ആയി. അപ്പോൾ 5നെ ഞാൻ ഇവിടെ വെക്കുന്നില്ല. അങ്ങനെ t² മൈനസ് 4t മൈനസ് 5 = 0. ഇനി ഫാക്ടറൈസ് ചെയ്ത് മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യേണ്ട ഇതുണ്ടല്ലോ, എന്നാലേ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ഇങ്ങനെ എത്തുമ്പോൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇനി അല്ലെങ്കിൽ ഉള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് -b + or -b² - 4ac/2a വെച്ച് അങ്ങനെ വെച്ച് കണ്ടുപിടിക്കാം. പക്ഷേ ഇത് ഒന്നും കൂടെ ഒന്ന് ലോങ് മെത്തേഡാണ്. അപ്പോൾ നമുക്ക് ഈസി മെത്തേഡിലൂടെ കണ്ടുപിടിക്കാം. അതായത് മിഡിൽ ടേം സ്പ്ലിറ്റിങ്ങിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, സം എന്ന് പറയുന്നത് എന്തായിരിക്കുന്നോ? സം എന്ന് പറയുന്നത് b ആയിരിക്കും. b എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ആട്ടോ. സം എന്ന് പറയുന്നത് b ആയിരിക്കും. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് a × c ആയിരിക്കും. ഞാൻ പറഞ്ഞുതരാം. അതായത് b എന്ന് പറയുന്നത് എത്താണോ? സെക്കൻഡിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. അതായത് അപ്പോൾ സെക്കൻഡിൻ്റെ കോഎഫിഷ്യൻ്റ് പറയുമ്പോൾ എത്രയും കാരണം -4. ഓക്കെ, അപ്പോൾ -4 ആണ് b എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് a ആണ്. a ഫസ്റ്റിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. a എത്രടാ? t² ആണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റത്തെ കോഎഫിഷ്യൻ്റ് പറയുമ്പോൾ 1 തന്നെയാണ്. 1 × c എന്ന് പറയുന്നത് എത്ര? -5 ആണ്. അതായത് കോൺസ്റ്റൻ്റ് ആണ് c എന്ന് പറയുന്നത്. അപ്പോൾ -5 = -5. അപ്പോൾ പ്രൊഡക്റ്റ് -5 കിട്ടണം, സമ്മ് -4 കിട്ടണം. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുന്നതാണ്? എങ്ങനെ കിട്ടേണ്ടത് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതന്നെ ചെയ്താൽ മതി. 1 × -5 കിട്ടുമ്പോഴാണ് നമുക്ക് -5 കിട്ടുന്നത്. ഓക്കെ, അതാണ് നമ്മളെ പ്രൊഡക്റ്റ് കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ അത് തന്നെ ചെയ്തേക്കാം. കാരണം അല്ലാത്ത രീതിക്ക് നമുക്ക് 4 കിട്ടേണ്ട രീതിക്ക് നമുക്ക് വരുന്നില്ല. ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ t² നമ്മൾ അവിടെ തന്നെ അങ്ങനെ വെക്കുക. പിന്നെ -4 കിട്ടണം. -4 കിട്ടും വേണം. എന്നാൽ 1 × -5 പ്രൊഡക്റ്റും കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കൊടുക്കണടാ, -5t + 1t. ഇപ്പോൾ -5 = 0. ഇനി ഇവിടെ ശ്രദ്ധിക്കണം. അതായത് ഇവിടെ -5t + 4t ആകുമ്പോൾ ഇവിടെ 4t കിട്ടിയില്ലേ? അല്ല, -5t + 1t എന്ന് പറയുമ്പോൾ ഇവിടെ 4t എന്ന് കിട്ടിയില്ലേ? അത് -4t കിട്ടിയില്ലേ? അതായത് -5 + 1 പറഞ്ഞാൽ എത്രടാ? -4 ആണ്. അപ്പോൾ അത് കിട്ടി. ഇനി നമുക്ക് ഇതിനെ ഞാൻ ഇങ്ങോട്ട് ചെയ്തോണേ. ഓക്കെ, അല്ല ഞാനിവിടെ വേറൊരു കളറിൽ തന്നെ എഴുതിയേക്കാം. എന്നാൽ ഒന്നുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. t² - 5t + 1t - 5 = 0. ഇതിനെ ഞാൻ ബ്ലാക്ക് ആക്കാം. ടീനെ ഞാൻ കോമൺ ആക്കി എടുത്തു. ഇവിടെ ഞാൻ ടീനെ കോമൺ ആക്കി എടുത്താൽ പിന്നെ ഇവിടെ എത്ര ബാക്കിയുള്ളത്? t² ഒരു ടീനെ ഞാൻ കോമൺ ആയിട്ട് എടുത്താൽ t ആണ് ബാക്കി ഉണ്ടാവുക. പിന്നെ ഇവിടെ 5 ആയിരിക്കും ബാക്കി ഉണ്ടാവുക. കാരണം ടീനെ ഞാൻ കോമൺ ആക്കി എടുത്തു. അപ്പോൾ 5 ബാക്കി ഉണ്ടാവും. അപ്പോൾ t - 5 പ്ലസ് പിന്നുള്ളത് ഇവിടെ കോമൺ ആക്കി എടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ 1 എന്നിട്ടാ +1 എന്നിട്ടാ. അപ്പോൾ ഇവിടെ 1നെ കോമൺ ആക്കി എടുത്താൽ t മൈനസ് എത്രടാ? 5 തന്നെ. ഓക്കെ, = 0. ഇനി ഇതിന് ഞാൻ എടുക്കുമ്പോൾ ഇതിൽ കോമണും ഇതിൽ കോമണും ഉള്ളത് ഏതാ നോക്കുക. അപ്പോൾ t - 5 തന്നെയല്ലേ ഇതിൽ 2 കോമൺ ഉള്ളത് ആണല്ലോ. അപ്പോൾ ഇതാ t - 5 കോമൺ ആക്കി എടുത്തു. പിന്നെ ബാലൻസ് ഇതിൽ വരുന്നത് ഏതാണ്? ഒരു t വരുന്നുണ്ട്, ഇവിടെ ഒരു +1 വരുന്നുണ്ട്. ഇതിന് 2 കൊടുത്തു. അങ്ങനെ നോക്കുമ്പോൾ t = -5 = 0 എന്ന് വരും. t = +5
ആൻഡ് ഇവിടെ ടി ഈസ് ഈക്വൽ ടു അല്ല അവിടെ ആദ്യം ചെയ്ത് പോകും ടി പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു അങ്ങോട്ട് പോകുമ്പോൾ -1 എന്ന് വരും. ടൈം ഒരിക്കലും എന്താകത്തില്ല, ടൈം ഒരിക്കലും നെഗറ്റീവ് ആവത്തില്ല. അതുകൊണ്ട് ടൈം പോസിറ്റീവ് ആണ്. അപ്പോൾ +5 ആണല്ലോ. അപ്പോൾ +5 ആണ് ആൻസർ. ഓക്കെ, ടി ഈസ് ഈക്വൽ ടു +5 ആൻസർ കിട്ടി. നമ്മൾ ഇതിൽ ചെയ്തപ്പോൾ എന്താ 5 സെക്കൻഡ് എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഒന്നും കൂടെ 2 മെത്തേഡായി ചെയ്തിട്ടുണ്ട്. ഞാൻ B to C എന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു, A to B എന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ വീഡിയോ കാണണമെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അത് ചെക്ക് ചെയ്യാം, കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.